ന്യൂ ഇയർ റെസൊല്യൂഷൻ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാം അത് നിങ്ങൾക്ക് A+ ഉറപ്പിച്ചിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ 40% 50% മാർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ എങ്കിലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക, ഒന്ന് ഫോർഗിവ് ചെയ്യുക. പല ആൾക്കാർക്കും ചെയ്യാൻ പറ്റാത്ത ലൈഫിൽ ബാക്കിയുള്ളവരൊക്കെ ക്ഷമിക്കാൻ പറ്റും. സ്വയം ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന മിസ്റ്റേക്സ് അത് ക്ഷമിക്കാൻ കുറച്ച് മടിയാണ്. എന്തിനാണ് നമ്മൾ അങ്ങനെ ആക്കേണ്ട ആവശ്യം? 2025 കാര്യമായിരുന്നു ക്രിസ്മസ് എക്സാം. ഇന്ന് മുതൽ 2026 പല കാര്യങ്ങളും നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. അതിൽ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഇനി അങ്ങോട്ട് എങ്ങനെ പഠിക്കുന്നു എന്നാണ്. അതിൽ പ്രത്യേകിച്ച് 2026 വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ അക്കാഡമിക് ലൈഫിനെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ കൃത്യമായിട്ട് ചെയ്യണമെന്ന് ഈ വീഡിയോയിൽ വളരെ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റും ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യം നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു ലെവലായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരു പടി മുകളിലായിരുന്നു നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ലെവൽ. കുറച്ച് നമ്മൾ സാധാരണ കാണാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ, നിങ്ങളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പലതും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ല കാര്യമായിരുന്നു. സാർ അതിങ്ങനെ നല്ല കാര്യമാവുക, ടഫാവുന്നെങ്കിൽ പരീക്ഷയിൽ ടഫാവണം, നമുക്ക് മാർക്ക് കുറവല്ലേ വരിക, നമുക്ക് ഡീമോട്ടിവേഷനല്ലേ വരിക. അല്ലടോ, നിങ്ങൾ ആലോചിച്ച് നോക്കി ക്രിസ്മസ് എക്സാം ആക്ച്വലി ഭയങ്കര ഈസി ആയിട്ട് വന്നു. നിങ്ങൾ എന്താ ചെയ്യുക? നാച്ചുറലി നിങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവും. നിങ്ങൾക്ക് മനസ്സിലായി ആ കുറച്ചൊക്കെ പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷ എഴുതി മാർക്ക് വാങ്ങാൻ തലേന്നുള്ള പ്രിപ്പറേഷനൊക്കെ മതി, അതിൻ്റെ ഒന്നും വലിയ കഷ്ടപ്പാടായിട്ടുള്ള പഠനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് പബ്ലിക് എക്സാമിലായിരുന്നു നമ്മൾ എന്തായാലും പരീക്ഷകൾ പബ്ലിക് എക്സാമിൽ ടഫായിക്കൊണ്ട് വരികയാണ്. അതിലെന്തായാലും ഗവൺമെൻറ് താഴേക്ക് കൊണ്ടുവരാൻ ഒരു പ്ലാനും പറയുന്നില്ല. പബ്ലിക് എക്സാമിലായിരുന്നു പെട്ടെന്ന് ഈ ക്രിസ്മസ് എക്സാം പോലെ അല്ല, ഒരു പക്ഷെ അതിനേക്കാളും ഒരു പടി മുകളിലുള്ളൊരു പരീക്ഷ നിങ്ങൾ പെട്ടെന്ന് നേരിടുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്മസ് എക്സാം ടഫാക്കി നന്നായി. ഒരു വാക്സിൻ കിട്ടുന്ന പോലെയാണ്. വാക്സിൻ കുത്തുന്ന സമയത്ത് നമുക്ക് എന്താണ്, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ പനിയൊക്കെ വരും. പക്ഷേ അത് നിങ്ങളെ കൂടുതൽ സ്ട്രോങ്ങറേ ആക്കുള്ളൂ. അപ്പോൾ വി ഷുഡ് ബി താങ്ക്ഫുൾ ക്രിസ്മസ് എക്സാം ഒരു പബ്ലിക് എക്സാം ലെവലിൽ തന്നെ വന്നു എന്നുള്ള കാര്യം. കാരണം നമുക്ക് മനസ്സിലായി നമ്മുടെ വീക്കായുള്ള ചാപ്റ്റേഴ്സ് ഏതാണ്, നമുക്ക് ഏതൊക്കെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയില്ല, എന്തൊക്കെ ഇനി പ്രോപ്പറായിട്ട് പഠിക്കണം എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴേ മനസ്സിലായി. ഇനി അങ്ങോട്ട് 2 മാസം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പബ്ലിക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് പൊളിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കൃത്യമായുള്ള റിയാലിറ്റി ചെക്ക് ഈ ക്രിസ്മസ് എക്സാം ടഫ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഒരു സെൻസിൽ നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ കിട്ടാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് ആ മാർക്കായിരിക്കില്ല നിങ്ങൾ പബ്ലിക് എക്സാമിൽ കിട്ടാൻ പോകുന്നത്. സാർ അതിപ്പോൾ കോമൺ സെൻസ് അല്ലേ, നമ്മൾ ക്രിസ്മസ് എക്സാമിന് മാർക്ക് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ പഠിക്കുന്നത് പബ്ലിക് എക്സാമിനും ഒബ്വിയസ്ലി മാർക്ക് കൂടുതൽ കിട്ടും. അതുകൊണ്ടല്ല, നിങ്ങൾ കൂടുതൽ പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആക്ച്വലി പബ്ലിക് എക്സാമിൽ പൊതുവേ കൂടുതൽ മാർക്ക് കിട്ടും. ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ക്രിസ്മസ് എക്സാം നിങ്ങൾ ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിരിക്കും, അത്ര ലീനിയൻ്റ് ആയിരിക്കില്ല. കാരണം ടീച്ചേഴ്സിന് ഒരു പേടി ഉണ്ടാവും. നിങ്ങൾക്ക് കുറേ മാർക്ക് അങ്ങോട്ട് വാരിക്കോരി തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് കാരണം നിങ്ങൾ പഠിക്കില്ല എന്നുള്ളൊരു പേടി ഉള്ളതുകൊണ്ട് തന്നെ പൊതുവേ ടീച്ചേഴ്സ് മാർക്ക് കുറച്ചാണ് ഇടാറ്. അത് നിങ്ങളോട് ദേഷ്യം ഉള്ളതുകൊണ്ടൊന്നും അല്ല, നിങ്ങളൊന്ന് പഠിച്ചോട്ടെ, ഒന്ന് സീരിയസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പം വിചാരിക്കുന്ന ചിലപ്പം ഒരു 40 മാർക്കിൽ ഒരു 32 അല്ലെങ്കിൽ ചിലപ്പോൾ 28 കിട്ടണമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ അതിനുള്ള എഴുതിയിട്ടുണ്ടാവും. ടീച്ചർ ചിലപ്പോൾ എന്താണ്, ചിലപ്പോൾ 32 വരും, ചിലപ്പോൾ ഒരു 27 28 വരും, ചിലപ്പോൾ ഒരു 23 ഒക്കെ തരാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഓവർ സീരിയസ് ആയിട്ട് എടുക്കണ്ട. അത് അങ്ങനെയാണ്, അത് നല്ലൊരു കാര്യം കൂടിയാണ്. കാരണം നമുക്ക് മാർക്ക് ഓവർ കിട്ടിയാൽ നമുക്ക് ഓവർ കോൺഫിഡൻസ് വരും. മാർക്ക് കുറച്ച് കിട്ടുമ്പോഴല്ലേ നമുക്കൊരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സ്പിരിറ്റ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് എക്സാമിന് പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ ഓവർ ഡൗൺ ആവരുത്. മാത്രമല്ല, നിങ്ങൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഒരു 5 മാർക്കെങ്കിലും എന്തായാലും കുറയുന്നുള്ള കാര്യം വിചാരിച്ച് വേണം പരീക്ഷാ പേപ്പർ വാങ്ങാൻ പോകാൻ. അങ്ങനെ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഓവർ എന്താ ഉണ്ടാവില്ല, ഒരു ടെൻഷനോ ആങ്സൈറ്റിയോ ഉണ്ടാവില്ല. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ അതേസമയം റിയാലിറ്റി എന്താണ്, 40 മാർക്കിൽ 23 മാർക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നതെങ്കിൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട്. എല്ലാം പേപ്പർ സ്ട്രിക്റ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞതെന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇട്ടിട്ട് ഞാനിങ്ങനെ തന്നെ പോകുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണം. അടുത്ത കാര്യമാണ്, ഇനി അങ്ങോട്ട് എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് പബ്ലിക് എക്സാമിന് നല്ലൊരു മാർക്ക് നേടാൻ പറ്റുക. അപ്പോൾ ഇവിടെ നിങ്ങൾ പല കുട്ടികളും ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും പബ്ലിക് എക്സാം കുറേ സമയമല്ലേ, മെല്ലെ പഠിക്കാം, കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി മെല്ലെ പഠിക്കാം എന്നുള്ള ആ ഒരു പഠിച്ചെടുക്കാം എന്നുള്ളൊരു മൂഡിലാവും. അപ്പോൾ 2 മാസമേ ബാക്കിയുള്ളൂ. ഈ 2 മാസം ഇങ്ങനെ നടക്കാനോ അല്ലെങ്കിൽ ജോഗ് ചെയ്യാൻ വേണ്ടിയുള്ള സമയമല്ല, ഇനി സ്പ്രിന്റിങ്ങേ ഉള്ളൂ, ഓട്ട മത്സരമാണ്. അപ്പോൾ ആ ഓട്ട മത്സരത്തിന് വേണ്ടിയിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി.
അവിടെ നമുക്ക് മെല്ലെ ഇങ്ങനെ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി പഠിച്ച് മെല്ലെ മെല്ലെ ചോദ്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് മാർച്ചിൽ റിവൈസ് ആ മെന്റാലിറ്റിയിൽ പോയാൽ ഒരു കണക്കിലും നടക്കാൻ പറ്റില്ല. അപ്പൊ മൂട്ടില് തീ പിടിച്ച പോലെ വേണം ഇനി അങ്ങോട്ടുള്ള പഠനം. അപ്പൊ അത് നിങ്ങൾക്ക് പല രീതിയിലും ചെയ്യാം, പക്ഷെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ. കാരണം നമുക്ക് ഇവിടെ ട്രയൽ ആൻഡ് എറർ കളിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്തു ശരിയായില്ല പിന്നെ വീണ്ടും ചെയ്തു, ആ ഒരു പരിപാടി നമുക്ക് എടുക്കാൻ പറ്റില്ല ഇനി അങ്ങോട്ട്. അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ നിങ്ങൾക്ക് വേണം. അപ്പോൾ അത് പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് രീതിയിൽ ഞാൻ വളരെ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ റിവിഷൻ ബാച്ചിൽ നമ്മൾ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കുക. ഓൾറെഡി നമ്മുടെ ബാച്ചിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1000 കണക്കിന് കുട്ടികൾ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ടൈം ടേബിൾ വെച്ച് റിവിഷൻ ക്ലാസ് വെച്ച് എക്സ്ട്രാ ക്വസ്റ്റിന് വേണ്ടി എല്ലാ മെറ്റീരിയലും വെച്ചിട്ടാണ് പ്രോപ്പറായിട്ട് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിന്റെ ഭാഗമാവുകയാണെങ്കിൽ അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറെ ചിന്തിക്കേണ്ട. എന്ത് പഠിക്കുന്ന കാര്യം നിങ്ങൾ ചെയ്യണം, പക്ഷെ നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം, എന്ത് ഉപയോഗിക്കണം, ഏത് ക്വസ്റ്റ്യൻ ചെയ്യണം, നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ജസ്റ്റ് ആ ട്രെയിനിൽ കയറിയാൽ മതി. ആ ട്രെയിൻ നിങ്ങളെ കൊണ്ടുപോയിക്കോളൂ നിങ്ങളുടെ പബ്ലിക് എക്സാം വരെ സൂപ്പറായിട്ട്. അതിൽ അനാവശ്യമായിട്ടുള്ള സ്റ്റോപ്പുകൾ നിർത്തൂല്ല, അനാവശ്യമായുള്ള ആൾക്കാർ നിങ്ങൾ സംസാരിക്കുന്നില്ല. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. അങ്ങനൊരു കാര്യം, ട്രെയിൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ഡോർ എപ്പോഴും തുറന്ന് കിടപ്പുണ്ട്. ചാടി വേണം കയറിക്കൂടാം. ഓക്കെ, റെക്കോർഡ് ക്ലാസ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പെൻഡിങ് ആയിട്ടുള്ള അതൊക്കെ കണ്ട് പഠിക്കുക, സൂപ്പറായിട്ട് പോവാം. ഇനി നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നില്ല ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഭയങ്കര ട്രയൽ ആൻഡ് എറർ രീതിയിൽ നിങ്ങൾ പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു പക്ഷേ സമയം കുറേ അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് വേണം നിങ്ങൾ ചൂസ് ചെയ്തോളൂ, ബാച്ചോ നോ ബാച്ചോ, ഇറ്റ്സ് യുവർ ചോയ്സ്. പക്ഷേ ഇനി അങ്ങോട്ട് ഒരു 1-ാം തീയതിയോ അങ്ങോട്ടൊരു തിങ്കളാഴ്ചയോ അതിനൊന്നും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ നമുക്ക് സമയമില്ല. 1000 കണക്കിന് കുട്ടികൾ ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ട് സീരിയസ്ലി. നമ്മുടെ റിവിഷൻ ബാച്ച് തുടങ്ങാൻ വേണ്ടി ന്യൂ ഇയർ ആയിക്കോട്ടെ 1-ാം തീയതിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചില്ല. നമ്മൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ക്രിസ്മസ് എക്സാം കഴിഞ്ഞ നമ്മൾ പണി തുടങ്ങി. കാരണം അത്രയും കുട്ടികൾ പഠിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയും അങ്ങോട്ട് ഒരു പോസ്റ്റ്പോൺമെന്റ് നമുക്കില്ല എന്നുള്ള റിയാലിറ്റി കൂടി മനസ്സിലാക്കുക. ഇന്ന് തന്നെ പഠിക്കാനുള്ള തീരുമാനം എടുക്കുക, ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ലാസ്റ്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2025 നിങ്ങൾ ഉണ്ടാക്കിയ മിസ്റ്റേക്സ് ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ റിഗ്രറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം 2025 കാര്യങ്ങളാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അങ്ങോട്ടൊരു പുതിയ വർഷമാണ്. പുതിയ നിങ്ങളെ വാർത്തെടുക്കാൻ പറ്റിയ, റിയലായി വാർത്തെടുക്കാൻ പറ്റിയൊരു വർഷമാണ്. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് എന്നൊക്കെ പറയാം. തട്ടിക്കൂട്ടി പരീക്ഷയൊക്കെ എഴുതി ഇങ്ങനെ പോകുമായിരുന്നു. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഫുൾ A+ ഒന്നും കിട്ടുന്ന ലെവലിലല്ല പഠനം പോകുന്നു. പക്ഷെ അവസാനത്തെ ഒരു 2 മാസം അങ്ങനെ എന്തോ പേടി കൊണ്ടായിരിക്കാം, ചിലപ്പോൾ പേരൻസിനെ പേടിയോ അല്ലെ പരീക്ഷയുടെ മാർക്കിനോ എന്തോ ആയിക്കോട്ടെ, ഒരു പഠിത്തം കൂടി പഠിച്ചു ഫുൾ A+ കിട്ടുകയും ചെയ്തു. പക്ഷെ ആ ഫുൾ A+ൽ ഇപ്പം ആലോചിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എനിക്ക് എന്താണ്? +1 അഡ്മിഷൻ. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഫുൾ A+ വാങ്ങുന്നത്, സത്യം പറയാലോ. പക്ഷെ എനിക്കതിനുള്ള ബെനിഫിറ്റ് അതല്ല ഉണ്ടായത്. അന്ന് ഞാൻ ഫുൾ A+ വാങ്ങിയത്, ആ വാങ്ങിയ നിമിഷം എനിക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം മാറി. ഇത് എൻ്റെ സ്വഭാവത്തിനെ പറ്റിയില്ല, അക്കാഡമിക്സിൽ പഠനത്തിൽ എൻ്റെ ഒരു ലെവല് എന്താണെന്നുള്ള എൻ്റെ ഇമേജ് എനിക്ക് തന്നെ മാറി. അപ്പം ഞാൻ അത്രയും നാൾ വിചാരിച്ച ഞാനൊരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആ ഒരു ലെവലിലാണെന്നൊക്കെ വിചാരിച്ച് എനിക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം മാറി. ഞാൻ ആവറേജ് ഒന്നുമല്ല, ഞാൻ അതിൻ്റെ മുകളിലാണ്. അപ്പം എന്നെ കൊണ്ട് വേണം പറ്റും എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നമ്മൾ ഷിഫ്റ്റായി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഗുണം എന്താ അറിയോ? പിന്നെ നിങ്ങൾ ഒരിക്കലും ബാക്കോട്ട് പോയില്ല. +1 +2 നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പഠിച്ച മാർക്ക് കിട്ടും. കോളേജിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്, പഠിച്ച മാർക്ക് കിട്ടും. പഠിക്കാതിരിക്കേണ്ട ആവശ്യം എന്താ? പഠിച്ച നല്ല മാർക്ക് കിട്ടും, നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഒരിക്കലും ബാക്കോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ ലൈഫിൽ ആ ഫുൾ A+ കൊണ്ടോ അല്ലെങ്കിൽ നല്ല മാർക്ക് കൊണ്ടോ ഉണ്ടായ ഗുണം അഡ്മിഷൻ കിട്ടുക ഒന്നല്ല. പേരൻസിൻ്റെ സന്തോഷവും അതൊക്കെ ഉണ്ടായിരുന്നു, സത്യമാണ്, അന്ന് എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, നമുക്ക് നമ്മളെ പറ്റിയുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ അങ്ങോട്ട് മാറും. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യം ഈ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് വേണം നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ക്രിസ്മസ് എക്സാം പരീക്ഷ എഴുതിയ ആ ഒരു ടെൻഷൻ പിടിച്ച സ്ട്രെസ് എടുത്ത് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയിൽ പരീക്ഷ എഴുതി നിങ്ങളാവണമെന്നില്ല ഈ വർഷം 2026 പബ്ലിക് എക്സാമിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ആൾ. ആ ആളെ നിങ്ങൾക്ക് വേണം മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ അതിന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അതിന് 2 മാസം സമയമുണ്ട്. എക്സാമിനർ ഉണ്ട് കൂടെ, അലക്സാർ ഉണ്ട് കൂടെ, നിങ്ങളുണ്ടോ എന്നുള്ള കാര്യം തീരുമാനിച്ചാൽ മതി. ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാടോ ഈ പബ്ലിക് എക്സാമിൽ നമ്മുടെ അക്കാഡമിക് ഐഡന്റിറ്റി നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് മാറ്റിക്കളയാം. ഹാപ്പി ന്യൂ ഇയർ വൺസ് അഗൈൻ. നമുക്കിനിയും കാണാം.